ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 86 ശ്ലോകം 3-4. ക്ഷിപ്ത്വാ സൗഭംഗതാചൂർണിതമുദഗനിധൗ മങ്ക്ഷുസാല്വേപി ചക്രേണോത്കൃത്തെ ദന്തവക്ത്ര പ്രസഭമപി പതന്നഭ്യമുഞ്ജദ്ഗദാം തേ കൗമോദക്യാഹദോസാവപി സുകൃതനിധിശ്ചൈദ്യവത് പ്രാപദൈക്യം സർവേഷാമേഷ പൂർവം ത്വയി ധൃതമനസാം മോക്ഷണാർത്ഥോവതാരഃ. ത്വയ്യായാതേഥ ജാതേ കില കുരു സദസി ദ്യൂതകേ സംയതായാഃ ക്രന്ദന്ത്യായാജ്ഞസേന്യാഃ സകരുണമഘൃതാശ്ചേലമാലാമനന്താം അന്നാന്തപ്രാപ്തശർവാംശജമുനിചകിതദ്രൗപദീ ചിന്തിതോऽഥ പ്രാപ്തശാകാന്നമശ്നन् മുനിഗണമകൃതസ്തൃപ്തിമന്തം വനാന്തേ. ക്ഷിപ്ത്വാ സൗഭം ഗദാചൂർണിതം ഉദഗനിധൗ മങ്ക്ഷു സാൽവേ അപി ചക്രേണ ഉത്കൃത്തെ ദന്തവക്ത്രഃ പ്രസഭം അഭിപതൻ അഭ്യമുഞ്ജദ്ഗദാം തേ കൗമോദക്യാ ഹതഃ അസൗ അപി സുകൃതിനിധിഃ ചൈദ്യവത് പ്രാപത് ഐക്യം സർവേഷാം ഏഷ പൂർവം ത്വയി ധൃതമനസാം മോക്ഷണ അർത്ഥഃ അവതാരഃ. ത്വയി ആയാതേ അഥ ജാതേ കില കുരു സദസി ദ്യൂതകേ സംയതായാഃ ക്രന്ദന്ത്യാ യാജ്ഞസേന്യാഃ സകരുണം അകൃതാഃ ചേലമാലാം അനന്താം അന്തപ്രാപ്ത ശർവാംശജ മുനിചകിത ദ്രൗപദീ ചിന്തിതഃ അഥ പ്രാപ്തഃ ശാക അന്നം അശ്നൻ മുനിഗണം അകൃതാഃ തൃപ്തിമന്തം വനാന്തേ. പദങ്ങൾ. ഹരേ കൃഷ്ണ. പോന ശ്ലോകത്തിൽ സാല്വനുമായിട്ടുള്ള യുദ്ധത്തെ ചൊന്ന അതേ തന്നെ ഇതിലേയും തുടരത്. മൂന്നാമത്തെ ശ്ലോകത്തിൽ സൗഭം ഗദാചൂർണിതം ഉദഗനിധൗ ക്ഷിപ്ത്വാ. സാൽവനോട് വിമാനത്തോട് പേരാകും സൗഭം ചൊല്ലപ്പെട്ടത്. സൗഭങ്കര വിമാനത്തെ ഗദയിനാല് ഉടച്ച് സമുദ്രത്തിൽ പോട്ടുവിട്ടാർ. ഉദഗനിധൗ, ഉദകം എന്ന് സമുദ്രം, ഉദകത്തിൽ പോട്ടുവിട്ടാർ. സാൽവേ അപി ചക്രേണ മങ്ക്ഷു ഉത്കൃത്തെ. അധികം താമസിയായിക്ക് സുദർശനത്തിനാല് സാൽവനോട് കഴുത്തും കീഴ വീഴുന്നത്. ദന്തവക്ത്രഃ പ്രസഭം അപിപതൻ. ഉടനെ ദന്തവക്ത്രനങ്ങ് ചാടിന്. ശിശുപാലനും ദന്തവക്ത്രനുമാക്കും ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, രാവണ, കുംഭകർണ, ശിശുപാല, ദന്തവക്ത്ര. മൂന്നാമത്തെ ജന്മം ജയവിജയന്മാരോട്. ദന്തവക്ത്രനങ്ങ് ഉടനെ വന്താൻ. തേ ഗദാം അഭ്യമുഞ്ചത്. ഗദയിനാല് ദന്തവക്ത്രനെ ഭഗവാൻ അടിക്കറാർ. സുകൃതനിധി അസൗ അപി. അവനും സുകൃതം ചെയ്തവനാക്കും. സദാ ഭഗവാനെ നനച്ചെന്തിരുന്നാർ. ഏതുനാല്? ദ്വേഷത്തിനാല് നനച്ചെന്തിരുന്നാർ. കൗമോദക്യാഹതഃ. കൗമോദകിങ്കര ഗദയിനാല് ദന്തവക്ത്രനെയും ഭഗവാൻ അടിച്ചുവിടാർ. ചൈദ്യവത് ഐക്യം പ്രാപത്. എപ്പിടി ശിശുപാലൻ ഭഗവാനിൽ ലയിച്ചാനോ അതേമാതിരി ദന്തവക്ത്രനും ഭഗവാനിൽ ലയിക്കുന്നത്. ഏഷഃ അവതാരഃ പൂർവം ത്വയി
ധൃതമനസാം സർവേഷാം മോക്ഷണാർത്ഥഃ. എന്താ ശ്രീകൃഷ്ണാവതാരം ഇനി ചൊല്ലുക, സ്വയം കൃഷ്ണാവതാര അതിലിട്ട് കാണലാം ഇനിയുള്ളതിൽ. അപ്പോൾ എന്താ കൃഷ്ണാവതാരത്തോട് പ്രത്യേകത എന്നതെന്ന് ആ മുൻ ജന്മത്തിലേ ഭഗവാനിലെ മനസ്സ് നിറച്ചും ഭഗവാനെ മനസ്സിൽ വെച്ചും തരുന്ന ആൾക്ക് എല്ലാവർക്കും മോക്ഷം കൊടുക്കറാറുங்கிறതാക്കും കൃഷ്ണാവതാരത്തോട് പ്രത്യേകത. അത് സ്നേഹത്തിനാലെയാനാലും ദ്വേഷത്തിനാലെയാനാലും പ്രേമയിനാലെയാനാലും എല്ലാവർക്കും അത് കിടയ്ക്കും. അതുക്കപ്പുറം ഭാരത യുദ്ധത്തോട് കാരണം എന്നതുங்கிறതാക്കും 4ാമത് ശ്ലോകത്തിൽ. അഥ ത്വയി അയാതേ കുരു സദസി ജാതേ കില ദ്യൂതകേ സംയതായാഹ ക്രന്ദന്ത്യാഹ. ഭഗവാൻ അങ്ങേന്ന് വന്നതുക്ക് അപ്പുറം കൗരവ സഭയിൽ വെച്ച് ചൂത് നടക്കുന്നത്, കള്ളച്ചൂതിൽ യുധിഷ്ഠിരക്ക് എല്ലാം നഷ്ടമാകരുത്. തന്നോട് തമ്പിമാരെ എല്ലാവരും ദാസ്യന്മാരാക്കി കൊടുത്താൽ താനും ദാസ്യനയച്ച് ഇനി ഇരിക്കപ്പെട്ടത് പാഞ്ചാലിയെയും ദാസിയാക്കി കൊടുക്കറ. ഉടനെ പാഞ്ചാലിയെ അങ്ങ് ഇഴുത്തുന്തു പറയാൻ ദുശാസനൻ യജ്ഞസൈന്യാഹ ചേലമാലാം ത്വം സകരുണം അനന്താമകൃതാഹ. അങ്ങ് വന്ന് പാഞ്ചാലിയെ അപമാനം വണ്ണം ചൊല്ലി അവളോട് വസ്ത്രത്തെ പിടിച്ചിഴുക്ക. ഭഗവാൻ ഉടനെ അങ്ങ് എന്താ വസ്ത്രമായിട്ടങ്ങ് മാറാൻ, അവസാനിക്കാത്ത വസ്ത്രമായിട്ട്. അഥ വനാന്തേ അന്നാന്തപ്രാപ്ത സർവാംശജ മുനി ചകിത ദ്രൗപദി ചിന്തിത പ്രാപ്ത. അതുക്കപ്പുറം അവൾ 14 വർഷം വനവാസകാലവും 1 വർഷം 12 ഒന്നും 13 1 വർഷം അജ്ഞാതവാസവും ഇരിക്കടത്തൊക്കെ ചൊല്ലിയാനിപ്പോൾ അങ്ക വെച്ച് എന്താ കാട്ടിലിരിക്കുന്ന സമയത്തിൽ ഒരു നാളേക്ക് ദുര്യോധനൻ ദുർവാസ മഹർഷിയെ ചൊല്ലിയാനിപ്പോൾ എന്താ ഇവാൾട്ട പാണ്ഡവാൾട്ട പാണ്ഡവാൾക്ക് പോയി അവൾക്ക് ചാപ്പാട് വാൾട്ട പോയി ചാപ്പിടും കോപ്പടിയെന്ന് ചൊല്ലിയാനിപ്പോൾ ഇங்கே വന്നാനാ സൂര്യൻ ദേവനിരിക്കെ ഒരു അക്ഷയപാത്രം കൊടുത്തിരിക്കാർ. அந்த അക്ഷയപാത്രத்துக்கு പ്രത്യേകത എന്നതെന്ന് എല്ലാവർക്കും ചാപ്പാട് പോട്ട് പാഞ്ചാലിയും ചാപ്പിട്ട് അലമ്പി കമത്തി അയച്ചാൽ അടുത്ത നാളത്തെ സൂര്യോദയத்துக்கு അപ്പുറം തന്നെ അതിൽ ഏതാവത് ആഹാരം കിടക്കും. അപ്പോൾ ദുർവാസ മഹർഷി വര സമയത്തിൽ പാഞ്ചാലി ചാപ്പിട്ട് അത് കമത്തി വെച്ചയച്ച്. ഉടനെ അങ്ങേത് ഭഗവാന് നനയ്ക്കറ പാഞ്ചാലി. വനാന്തേ അന്നാന്തപ്രാപ്ത സർവാംശജ മുനി ചകിത. അപ്പോൾ വന്ന് എങ്ങളെല്ലാവരും ശപിച്ച് ഭസ്മമാക്കിവിടുവരെ അപ്പടിന്ന് ദ്രൗപദി ചിന്തിക്കുക. ശാകാന്നമശ്നൻ മുനിഗണം തൃപ്തിമന്തം അകൃതാഹ. പാഞ്ചാലി അലമ്പി കമത്തി വെച്ചിരുന്ന എന്താ പാത്രത്തിൽ ഒരു ചിന്ന കഷ്ണം കീരയോട് അംശമിരുന്നതാണ്. അത് ഭഗവാൻ ചാപ്പിട്ട് എന്താ മുനിക്കും ദുർവാസ മഹർഷിക്കും അവർ കൂടെ വന്നിരിക്കപ്പെട്ട സകല ശിഷ്യന്മാർക്കും അപ്പടി ഒരു ചാപ്പട്ട തൃപ്തിയെ കൊടുത്താരാം ഭഗവാൻ എന്തൊരു കഷ്ണം കീരയെ ചാപ്പിട്ട്. അപ്പോൾ ഭഗവാൻ കൃഷ്ണന് ആര് നമ്മൾ മനസ്സാ ശരണം പ്രാപിച്ച് അവരുടെ വേറെ ആരുമില്ലെങ്കിൽ ഒരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കുമോ അവൾക്ക് ദുർഘടങ്ങൾ വരാതെ, ദുർഘടങ്ങൾ വന്നാലും അതിലെ കരയെത്തി വിടർത്തുക എപ്പോഴും ഭഗവാൻ ഇരിപ്പർ. അത് കാട്ടിലെ ആനാലും രാജകൊട്ടാരത്തിലെ ആനാലും രണ്ടിടത്തിലെയും ഒരേമാതിരി വന്നാറില്ല. അപ്പം ഏതിടത്തിലെ ആനാലും ഭഗവാൻ കൂടെ ഇരിപ്പരുங்கிற മെസ്സേജ് ഇതിലെത്തും. ഇനി പാണ്ഡവാൾക്കാக ദൂതന പോനതാക്കും അടുത്ത ശ്ലോകത്തിൽ பார்க்கலாம். ഹരേ കൃഷ്ണ.